നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. അനിഴം നക്ഷത്രജാതർക്ക് മാതാവിൽ നിന്നോ മാതൃഭാവത്തിലുള്ളവരിൽ നിന്നോ ഉള്ള സ്നേഹവും വാത്സല്യവും കരുതലും ലഭിക്കുന്നതാണ്. ജോലി, കർമ്മമണ്ഡല മേഖലകളെല്ലാം തന്നെ വളരെ അനുകൂലമായ മാസമാണ് ജൂൺ. ജോലിസ്ഥലത്തെ എല്ലാവിധ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ്. ജോലിയിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുവാൻ സാധിക്കുന്നു. വിവാഹിതർക്ക് നല്ല വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നു. കുടുംബജീവിതം വളരെ സ്വസ്ഥവും സമാധാനവും സന്തോഷഭരിതവുമായിട്ടാണ് കാണുന്നത്. സന്താനങ്ങൾ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായും പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതായും കാണുന്നുണ്ട്. ജൂൺ മാസം 2ാമത്തെ ആഴ്ചയുടെ മധ്യേ തന്നെ നിങ്ങൾ ശത്രുക്കൾക്ക് എതിരായുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതായാണ് കാണുന്നത്. വ്യവഹാര വിജയം, കോടതി കേസുകളിലുള്ള അനുകൂല വിധി എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതേസമയം വിവിധ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം നേടുന്നതിനും തങ്ങളുടെ തടസ്സങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു. നിലവിലുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളെല്ലാം തന്നെ അടച്ചു തീർക്കുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. കൂടാതെ ദാമ്പത്യത്തിൽ വളരെയേറെ സന്തുഷ്ടത കൈവരുന്നു. ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കുടുംബാംഗങ്ങളിൽ ചിലർക്ക് വരുന്ന അസുഖങ്ങളാൽ നിങ്ങൾക്ക് മനസ്സുഖം കുറഞ്ഞേക്കാം. എന്നാൽ സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതാണ്. വിവിധ മാർഗങ്ങളിലൂടെയുള്ള സാമ്പത്തിക ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. ജൂൺ 10 കഴിഞ്ഞാൽ ഔദ്യോഗിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ സംജാതമാകുന്നതായി അനുഭവയോഗ്യമാണ്. നിങ്ങളുടെ കുടുംബ സ്വത്തുമായി ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതായി കാണുന്നു. വിവാഹം ആലോചിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജൂൺ മാസം കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരുന്നു. ഈ വർഷം തന്നെ വിവാഹം നടക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ എങ്കിലും എല്ലാവിധ എതിർപ്പുകളും തടസ്സങ്ങളും ക്രമേണ മാറി നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നതായിട്ടാണ് തെളിയുന്നത്. ജൂൺ മാസം അനിഴം നക്ഷത്രക്കാർക്ക് ഏറെ സന്തോഷിക്കാൻ വകയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശുഭകാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാവുന്നു. മാനസിക പിരിമുറുക്കങ്ങൾ അവസാനിക്കുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന വിധത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി പുരോഗതി പ്രാപ്യമാകുന്നു. ജോലിക്കാർക്കാണെങ്കിൽ ജോലിയിൽ സഹപ്രവർത്തകരുടെ സഹകരണം വർദ്ധിക്കുന്നതാണ്. ജൂൺ അവസാന ആഴ്ചയുടെ പകുതിയോടെ തന്നെ സ്വത്തുമായി ബന്ധപ്പെട്ട ചില സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത കാണുന്നു. ചൊവ്വ നിങ്ങളുടെ രാശിയുടെ അധിപനായി വരുന്നതിനാൽ ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതും ആവശ്യമെങ്കിൽ യഥാസമയം തന്നെ ചികിത്സ തേടേണ്ടതുമാണെന്ന കാര്യം പ്രത്യേകം ഓർത്തു വെച്ചോളൂ. വിവാഹിതർക്ക് വളരെ സന്തോഷകരമായ കുടുംബജീവിതമാണ് കാണുന്നത്. നിങ്ങളുടെ ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തുവാനുള്ള അവസരങ്ങൾ വരുന്നു. നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയുള്ള സാമ്പത്തിക ലാഭത്തിന് സഹായകമാകുന്ന ചില സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിച്ചേക്കാം. നിലവിലുള്ള സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായാണ് കാണുന്നത്. ജൂൺ മാസത്തിൽ നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നു. നിലവിലുള്ള ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താവുന്നതാണ്. കേന്ദ്ര സർക്കാർ ജോലിക്കാർക്ക് തങ്ങളുടെ ജോലി മാറ്റത്തിന് ശ്രമിക്കാവുന്ന അനുകൂല സമയമാണ്. തുടർമാസങ്ങളിൽ നിങ്ങളുടെ സന്താനങ്ങൾക്കോ സഹോദര സ്ഥാനീയർക്കോ ഉള്ള ബുദ്ധിപരമായ കഴിവുകൾ വർദ്ധിക്കുന്നതാണ്. കൂടാതെ അവർക്ക് വിദേശ സ്കോളർഷിപ്പുകൾ ലഭിക്കുവാനുള്ള അവസരമുണ്ടാകുന്നു. ഒപ്പം തന്നെ വിദേശത്ത് ഉന്നത പഠനം നടത്തുവാനുള്ള അവസരവും ഉണ്ടാകുന്നതായി കാണുന്നു. അനിഴം നക്ഷത്രജാതർക്ക് ജോലി, ബിസിനസ്
മുഖേനയുള്ള മാനസിക സമ്മർദ്ദം വർദ്ധിക്കുവാനിടയുണ്ട്. കൂടാതെ വിദേശയാത്രയ്ക്കുള്ള അനുകൂല സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ സംജാതമാകുന്നത്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആഗ്രഹം നിറവേറ്റാനാകുന്നു. എന്നാൽ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടായേക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും കുടുംബത്തിൽ ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ സമയോചിതമായ സംയമനത്തോടെയും സ്നേഹത്തോടെയുമുള്ള ഇടപെടൽ അനുകൂല ഫലം നൽകുന്നതാണ്. ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ദീർഘദൂരയാത്രകൾക്ക് അവസരം കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജൂലൈ അവസാന പാദത്തിൽ കുടുംബത്തിൽ പടരുന്ന ചില തെറ്റിദ്ധാരണകൾ കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര ഐക്യവും ആദരവും നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനും കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയ്ക്കും വേണ്ടി അതീവ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. ജൂൺ മാസം പൊതുവെ ഔദ്യോഗികപരമായ കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ്. രാഷ്ട്രീയം, രാജ്യസേവനം, പ്രതിരോധം, സേനകൾ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അസ്വസ്ഥതകൾക്കുള്ള സമയമാണ്. തങ്ങളുടെ കാര്യശേഷിയും കർമ്മോന്മുഖതയുമെല്ലാം പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങളും കൈവരുന്നുണ്ട്. ശമ്പള വർധനവ്, പ്രൊമോഷൻ, വകുപ്പ് മാറ്റം എന്നിവയ്ക്കുള്ള സമയമാണ്. രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ തുടങ്ങിയവർക്ക് അനുകൂലമായ സമയമാണെങ്കിലും അപഖ്യാതികൾ, ആരോപണങ്ങൾ, അപകീർത്തി എന്നിവ ആരോപിക്കപ്പെടുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ വളരെയേറെ ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങൾക്ക് ജോലി ആയാലും ബിസിനസ്, സ്വയം തൊഴിൽ മേഖല ഏതായാലും ഔദ്യോഗിക കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുവാനും ഏറ്റെടുത്ത ചുമതലകൾ പൂർത്തിയാക്കുവാനും കഴിയുന്നതാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നു. കുടുംബജീവിതം സമൃദ്ധമായി തന്നെ തുടരുന്നതാണ്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങൾ വളരെ അനുകൂലമാകുന്നു. കൂടാതെ കർമ്മമണ്ഡല ഇതര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമ്പാദ്യം വർദ്ധിപ്പിക്കാനാകുന്ന സാഹചര്യങ്ങൾ കൈവരുന്നു. മുൻകാലങ്ങളിൽ നിർവഹിച്ച ചുമതലകളുടെ വിജയം ഈ കാലയളവിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ജീവിത പങ്കാളിയുമൊത്ത് യാത്ര പോകാൻ സാധിക്കുന്നു. സന്തോഷപ്രദമായ കുടുംബ സംഗമങ്ങൾക്ക് അവസരമുണ്ടാകുന്നു. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുമെങ്കിലും പങ്കാളിയിൽ നിന്നുള്ള സഹകരണം ആശ്വാസമാകുന്നതായി അനുഭവപ്പെടുന്നു. നിങ്ങളുടെ പിതാവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന സമയമാണിത്. സമൂഹത്തിൽ നിന്ന് അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദാനധർമ്മങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കുവാനുള്ള അവസരങ്ങൾ വരുന്നു. തന്മൂലം ദൈവാധീനം വർദ്ധിക്കുന്നു. ഈശ്വരകടാക്ഷം നിങ്ങളിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. ജൂൺ മാസാവസാനവും ജൂലൈ മധ്യം വരെയും നിങ്ങൾക്ക് പലവിധത്തിലുള്ള അപകട സാധ്യതകൾ ഉള്ളതിനാൽ ഈ സമയത്ത് യാത്രാ പദ്ധതികൾ മാറ്റിവെക്കുന്നതോ വളരെ ശ്രദ്ധാപൂർവം യാത്ര ചെയ്യുന്നതോ ആണ് ഉചിതം. എന്നാൽ ദൈവാധീനമുള്ളതിനാൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ഉള്ള രക്ഷപ്പെടൽ നിങ്ങൾക്ക് സാധ്യമാകുന്നു. ബിസിനസ്സുകാർ ലാഭം നേടുന്നതിന് തയ്യാറാക്കിയ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. വളരെയധികം അനുകൂല സാഹചര്യങ്ങളാണ് ബിസിനസ്സുകാർക്ക് ജൂൺ മാസം വന്നു ചേരുന്നത്. കൂടാതെ ബിസിനസ് വിപുലീകരിക്കുന്നതിനുള്ള പദ്ധതികൾ വിജയപ്രദമാകുന്നതാണ്. എഴുത്ത്, സിനിമ, കലാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് തക്കതായ സാമ്പത്തിക പ്രതിഫലങ്ങളും യശസ്സും കീർത്തിയും ലഭിക്കുന്നതാണ്. കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു. ജൂൺ 15 കഴിഞ്ഞാൽ ഏറെക്കാലമായി നിങ്ങൾ മൂടിവെച്ചിരുന്ന രഹസ്യം മറ്റുള്ളവരിലേക്ക് എത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ പേരിനും പ്രശസ്തിക്കും കളങ്കമുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് വളരെ ഗുണപരമാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാര, മുൻവിളക്ക്, പിൻവിളക്ക്, കൂവളത്തിലമാല എന്നിവ നടത്തുന്നതും വളരെ ഫലദായകവും ഉത്തമവുമാകുന്നു. കൂടാതെ ജാതി മതഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ചുള്ള
ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.